ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൽ കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെയും സ്വഭാവവും ശുചിത്വവും ഒക്കെ ആ കുഞ്ഞിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കുഞ്ഞിനെ പരിചരിക്കാൻ എന്നുള്ള ഒരു അവബോധം മാതാപിതാക്കൾക്കും അതുപോലെ കുഞ്ഞുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഉൾപ്പെടെ വേണമെന്ന് ഗുരു പറയുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾക്കൊരു സംശയം വന്നു. കുട്ടികളുടെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അപ്പോൾ പൊതുവെ നമ്മളുടെ ഗുരുക്കന്മാർ ജന്മദിനം ആഘോഷിക്കുന്നത് അതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആ ജീവൻ്റെ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആയാലും ശരി വലിയ ആളുകളുടെ ആയാലും ശരി ആ ദിവസം ഈശ്വര സ്മരണയോടുകൂടി നന്നായിട്ട് ഇഷ്ടദേവതയുടെ സ്തോത്രങ്ങളൊക്കെ ജപിക്കാം. ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാം. ആ ജീവൻ്റെ, ആ കുഞ്ഞിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ കാക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇന്നത്തെ ജന്മദിന ആശംസകളൊക്കെ വലിയ ആർഭാടങ്ങളാക്കി കുഞ്ഞിന് മിക്കവാറും അസുഖങ്ങളുണ്ടാക്കി വലിയ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കി വലിയ ആളുകളൊക്കെ വന്ന് ആ കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിന് മുത്തം കൊടുക്കുകയും അതുപോലെ ഒരുപാട് കുഞ്ഞിന്, പ്രത്യേകിച്ച് ഇപ്പോൾ 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ 3 വയസ്സാകുമ്പോഴൊക്കെ അപ്പോഴാണ് ഈ കുട്ടികൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാകുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ വന്നുകൊണ്ട് എല്ലാവർക്കും പേടിയായതുകൊണ്ട് ആ പ്രശ്നം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രായമായിട്ടുള്ളവരും അല്ലാത്തവരൊക്കെ വന്ന് വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് നന്നായിട്ട് പ്രാർത്ഥന സ്തോത്രങ്ങൾ ചൊല്ലാം. കുഞ്ഞിന് നല്ല സംഗീതം കേൾപ്പിക്കാം, മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ജന്മദിനത്തിന് ചെയ്യേണ്ടത്. അതല്ലാതെ വലിയ കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് പിന്നെ വലിയ സദ്യവട്ടങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞിന് പാകമാകാത്ത ഉടുപ്പ്, പാകമായ ഉടുപ്പ്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വലിയവരങ്ങ് സന്തോഷിക്കുകയാണ്, അവരങ്ങ് ആർഭാടം നടത്തുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ അതൊക്കെ സ്വാമിമാരിങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയാനുള്ള സാധ്യതകളാണ് കൂടുതൽ. എങ്കിൽ പോലും ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പരമാവധി ഏറ്റവും ലളിതമായിട്ട് ആ ദിവസം ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ചെലവഴിച്ച് ആ കുഞ്ഞിൻ്റെ കൂടെ കഴിയുക. മറ്റ് ആളുകളെ ഒന്നും അതിനെക്കുറിച്ചൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. അറിയിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരൊന്നും ഇവിടെ വന്ന് കുഞ്ഞിനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ വരുന്നവർ ശല്യപ്പെടുത്താണെന്നുള്ള രീതിയിലല്ല അവർ വരുന്നത്, അവരവർ സന്തോഷം കൊണ്ട് വരികയാണ്. പക്ഷെ കുഞ്ഞിനത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്ന് വലിയവരുൾപ്പെടെ ആരും മനസ്സിലാക്കുന്നില്ല. ഒരു പ്രോബ്ലമുണ്ട്. അതുപോലെ ഒരു പാശ്ചാത്യ സംസ്കാരമാണ് എന്താണ്, കേക്കൊക്കെ മുറിക്കുകയും കുഞ്ഞിൻ്റെ ഷേപ്പിലുള്ള കേക്ക്, അതുപോലെ മെഴുകുതിരി കത്തിച്ച് വെക്കുക, അതിനകത്ത് കളറ് ഒക്കെ ഇത് ചെയ്യുക, എന്നിട്ട് മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തിയിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഒരു വെളിച്ചത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കേക്ക് മുറിക്കുന്നതിന് അതിന് യാതൊരു യുക്തിയുമില്ല. അപ്പോൾ ഇനി അഥവാ അങ്ങനെ കത്തിക്കണമെങ്കിൽ കത്തിച്ച് അവിടെ വെച്ചോ, എന്തിനാണ് ഊതിക്കെടുത്തുന്നത്? അപ്പോൾ ഒരു കുഞ്ഞിനെ ഊതിക്കെടുത്തുന്ന പോലെയാണ് ശരിക്കും അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രകാശത്തെ അണയ്ക്കുകയല്ല വേണ്ടത്, ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുഞ്ഞിൻ്റെ രൂപത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് മുറിക്കുന്ന അവരെയൊക്കെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞ് ചിലപ്പോൾ കൂടിപ്പോകും. അതുകൊണ്ട് അതൊക്കെ ഏറ്റവും തെറ്റായ രീതിയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ കുഞ്ഞിനെ മുറിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ നമ്മൾ പോയി നമ്മുടെ കോമൺ സെൻസൊക്കെ നഷ്ടപ്പെടുത്തി എന്തോ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് അതുപോലെ വലിയ ആളുകളുടെയൊക്കെ ജന്മദിനങ്ങൾ ആർഭാടങ്ങൾ ഒഴിവാക്കി പരമാവധി മഹർഷിമാർ ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മഹർഷിമാരുടെ ഗുരുവിൻ്റെയൊക്കെ ജന്മദിനവും ജയന്തിയൊക്കെ ആഘോഷിക്കുമ്പോഴും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആൾക്കാർ ചെലുത്തുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ആ ഗുരുവിൻ്റെ സവിധത്തിലിരിക്കുമ്പോൾ നമുക്ക് ആധ്യാത്മികമായിട്ട് ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ ഒരു ദിവസത്തെ മാറ്റിയെടുക്കുക. അതാണ് വേണ്ടത്. മനസ്സ് ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകുന്തോറും നമ്മൾ അകന്ന് പോകും. അപ്പം അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി വിദ്യാരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ കുഞ്ഞിന് വിദ്യാരംഭം നടത്തുമ്പോൾ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് നടത്തിക്കാറുണ്ട്. പിന്നെ പല സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഗുരുവിൻ്റെ ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? അപ്പോൾ കുഞ്ഞിനെ വളരെ 5 വയസ്സ് വരെ നല്ല രീതിയിലൊക്കെ വളർത്തിയിട്ട് പറയാണ്, ഏവം പ്രവർദ്ധമാനസ്യ വിദ്യാരംഭം ശുഭോത്തരം പൂർവന്തു പഞ്ചമാ അദബ്ദാത് കാരയേത് ആത്മവേദിഭിഹി. എന്താണ് ഏവം? ഇപ്രകാരം പ്രവർദ്ധ മാനസ്യ വളർന്നു വരുന്ന കുഞ്ഞിന് പഞ്ചമാത് അബ്ദാത് പൂർവന്തു 5 കൊല്ലത്തിന് മുമ്പ് തന്നെ, അതായത് 5 വയസ്സിന് മുൻപ് തന്നെ ശുഭോത്തരം ശുഭമായ വിദ്യാരംഭത്തെ ആത്മവേദിഭിഹി ആത്മവേദികളെ കൊണ്ട് കാരയേത് ചെയ്യിക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഗുരു പറയുകയാണ്, വിദ്യാരംഭം ആരെക്കൊണ്ടാണ് നടത്തിക്കേണ്ടത്? ആരെക്കൊണ്ടെങ്കിലും നടത്താൻ പാടില്ല. കൃത്യമായിട്ട് ഗുരു പറയുന്നു, ആത്മവേദിഭിഹി ആത്മജ്ഞാനികളെ കൊണ്ട് നടത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ളത് വരുന്നത്. അപ്പോൾ 5 വയസ്സിന് മുൻപ് തന്നെ ഏറ്റവും ശുഭകരമായിട്ടുള്ള വിദ്യാരംഭത്തെ ആണ് കുറിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് പറ്റിയ ഗുരുവിനെ കണ്ടെത്തണം, ആത്മജ്ഞാനിയെ കണ്ടെത്തണം. പണ്ട് കാലങ്ങളിലൊക്കെ ഓരോ ഗ്രാമത്തിലും അങ്ങനെ ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളുണ്ടായിരുന്നു. ആത്മവേദികളായിട്ട് ആത്മജ്ഞാനികളായിട്ടുള്ളവർ ഗുരുകുലം നടത്തിയിരുന്നു. അന്ന് അങ്ങനെയാണ്, ഗുരുകുല സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഒരു ഗുരു ഉണ്ടാവും. ആ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്
ആ ഗ്രാമത്തിലുള്ള ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ വിദ്യകളും പഠിപ്പിക്കുവാനായിട്ട് ആ ഗുരുവിന് കഴിയുമായിരുന്നു. അങ്ങനെ കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അന്നത്തെ ഭരണകർത്താക്കൾക്കും ഇതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഗുരു ജ്ഞാനി എന്തു ചെയ്യും? രാജാവിനും ഉപദേശങ്ങൾ കൊടുക്കും, മന്ത്രിമാർക്കും ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു. കാലപ്പഴക്കം കൊണ്ട്, ഈ കാലചക്രത്തിൽ വന്ന ചില പിഴവ് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ലോഭം, ഈ വിദ്യയുടെ, ആ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ അതിൽ സ്വാർത്ഥത കടന്നു വരികയും സാവധാനത്തിൽ അത് ലോപിച്ച് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ഇന്ന് നമ്മുടെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മൂല്യങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു വിദ്യാഭ്യാസമാണ്. രണ്ടും തമ്മിൽ ഇരുട്ടും പകലും പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജ്ഞാനിയെ കൊണ്ട് തൻ്റെ കുഞ്ഞിന് വിദ്യാരംഭം നടത്തണം എന്ന് ഒരു അച്ഛനും അമ്മയും തിരിച്ചറിയണം. അല്ലാതെ ആരെ കൊണ്ടെങ്കിലും വിദ്യാരംഭം നടത്തിച്ചൊരു കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇല്ലാത്ത ആളുകൾക്കാണ് പിന്നെ അടുത്ത അതിനെന്ത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ കൊണ്ടും അതുപോലെയുള്ള മറ്റ് ഗുരുവിൻ്റെ പ്രമുഖരായിട്ടുള്ള തപസ്വികളായിട്ടുള്ള ശിഷ്യന്മാരെ കൊണ്ടൊക്കെ വിദ്യാരംഭം നടത്തിച്ചിരുന്നു. പിന്നീട് ശിവഗിരിയിലെ ശാരദാ ദേവിയുടെ സന്നിധിയിൽ ധാരാളം പേര് ആദ്യാക്ഷരം കുറിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഗുരുദേവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശിവഗിരിയിൽ ഗുരു പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശാരദാ ദേവിയിനേക്കാളും വിശ്വാസം മറ്റ് പല ക്ഷേത്രങ്ങളിൽ ആയതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും വിദ്യാരംഭത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡുണ്ട്. എല്ലാ ഓഫീസുകളിലും അവരൊരു വിദ്യാരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും നോക്കുന്നത് അങ്ങോട്ട് പോയി വിദ്യാരംഭം കുറിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഗുരു പറയുന്ന രീതിയിലുള്ള ആത്മജ്ഞാനികൾ, അല്ലെങ്കിൽ ആത്മജ്ഞാനികളെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആത്മജ്ഞാനികൾ വസിച്ച ആ സ്ഥലത്ത് പോയി നമുക്ക്, ഇപ്പോൾ ശാരദാ സന്നിധി നമുക്ക് അവിടെ എഴുതിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനിയുടെ, ഗുരുവിൻ്റെ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം നമുക്കുണ്ടാവും. മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഒരു സംഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോട് കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണം നമ്മുടെ കുഞ്ഞിനുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പലതും സൂചിപ്പിച്ചിരുന്നു. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ വലിയ ജ്ഞാനീനോട് എഴുതിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു സമഗ്രമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജീവിത രീതിയിലൂടെ ആർജിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഈ കുഞ്ഞിന് ഇന്ന് ആത്മജ്ഞാനിയായിട്ടുള്ള, ആത്മവേദിഭിഹി എന്ന് പറഞ്ഞാൽ ആത്മാവിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവുള്ള, അതായത് ജ്ഞാനിയായിട്ടുള്ള ആളെ കൊണ്ട് തന്നെ വേണം വിദ്യാരംഭം നടത്താൻ എന്ന് പറയുകയാണ്. വിദുഷ ഭക്തിയുക്തേന കരുണാമൃദു ചേതസ വൃത്താചാരവദാകാര്യ അക്ഷരാരംഭണം ശിശോ. അപ്പോൾ വൃത്താചാരം
നല്ല നടത്തയും ആചാരവും ഉള്ള ആളായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണമെന്നാണ്. കരുണാമൃദു ചേതസ, അതുപോലെ കരുണയാൽ മൃദുവായിട്ടുള്ള ചേതസ്സോടുകൂടി, മനസ്സോടുകൂടിയവനായിരിക്കണം. ഭക്തിയുക്തേന, അവൻ ഭക്തിയുള്ളവനായിരിക്കണം. വിദുഷ, വിദ്വാനായിരിക്കണം. പിന്നെയോ ശിശോഹോ, കുട്ടിയുടെ അക്ഷരാരംഭണം കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം കുട്ടിയുടെ വിദ്യാരംഭം നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ആചാര അനുഷ്ഠാനമുള്ളവൻ. അപ്പോൾ കള്ളുകുടിയന്മാർ പാടില്ല, ബീഡി വലിക്കുന്നവർ പാടില്ല. നല്ല ആചാരാനുഷ്ഠാനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് അല്ലേ? നല്ല സൽസ്വഭാവി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയവൻ കൃത്യമായിട്ട് വീട്ടിൽ നന്നായിട്ട് ഭക്തിയുടെ ഒരു തലത്തിൽ പോകുന്നവൻ, നന്നായിട്ട് ധ്യാനിക്കുന്നവൻ. ഭക്തിയുള്ളവന് സ്വാഭാവികമായിട്ട് ധ്യാനം ഉണ്ടാവും. അങ്ങനെ നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റുന്നവന് മാത്രമേ എന്താണ് കരുണാമൃദു ചേതസ്, കരുണയിൽ നിന്നുണ്ടാകുന്ന മൃദുവായിട്ടുള്ളൊരു മനസ്സ് അല്ലേ? കഠിന ഹൃദയന്മാർക്ക് എങ്ങനെയാണ് മൃദുത്വം ഉണ്ടാവുന്നത്? അപ്പോൾ ആ മൃദുത്വം, മനസ്സിൻ്റെ ആ മൃദുലത എന്ന് പറയുന്നത് കാരുണ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ക്രൂരന്മാർക്ക് ഒരിക്കലും കാരുണ്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ എഴുത്തിന് ഇരുത്തുമ്പോൾ ഇങ്ങനെയുള്ള ഗുണഗണങ്ങളോട് കൂടിയ ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയുടെയും ഒക്കെ അവരുടെ അനുഭവം, അതുപോലെ പണ്ട് നമ്മൾ പിന്നീട് അതങ്ങോട്ട് വരും, ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൽ ഈ ഗുരുവിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ സ്വഭാവ രൂപീകരണവും അവരുടെ ശുചിത്വവും അതുപോലെ വിദ്യാരംഭവും വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞു കൊടുക്കും. അങ്ങനെ ശീലിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് അവരുടെ മക്കൾക്കും അതെങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു സങ്കല്പമില്ല. നമ്മൾക്ക് അതൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഗുരു ഇന്ന് ഒരു കുടുംബത്തിന് ഇല്ല. ഇപ്പോൾ കുലഗുരു എന്നൊക്കെ പറയും, ഒരു കുലത്തിൻ്റെ ഗുരു. ആ സങ്കല്പങ്ങളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ അത് നഷ്ടപ്പെടാൻ കാരണം ഈ സാധാരണത്തിൽ വന്ന ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. അതെല്ലാ ഫീൽഡിലും വന്നിട്ടുണ്ട്. അങ്ങനെ സ്വാർത്ഥത എപ്പോഴാണോ തലപൊക്കി ആ പ്രധാന തലത്തിൽ നിൽക്കുന്നത്, അപ്പോൾ മറ്റുള്ളതിനൊന്നും പിന്നെ അവിടെ യാതൊരു അർത്ഥവുമില്ലാതായി പോകണം. അപ്പോൾ അങ്ങനെ ആളുകളത് മടുത്തു പോകും. അപ്പോൾ ഇതൊരു കാലചക്രത്തിൽ പെട്ടുവരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുന്ന മാതാപിതാവിന് ഈ ഒരു അവബോധം ഉണ്ടാവണം. തൻ്റെ കുഞ്ഞിനെ എഴുത്തിനിരുത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സമ്പന്നനായിട്ടുള്ള നല്ല സൽസ്വഭാവിയായിട്ടുള്ള, അതുപോലെ കാരുണ്യം കൊണ്ട് ആ ഒരു മൃദുത്വമുള്ള, അതേപോലെ നല്ല ഭക്തിയുള്ള, വിദ്വാനായിട്ടുള്ള. ഇപ്പോൾ വിദ്വാൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ആത്മജ്ഞാനമാണ്. ശരിക്കുള്ള വിദ്വത്വം അങ്ങനെയാണ്, അറിവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ശിവഗിരിയിൽ വരുന്ന ആളുകൾക്ക് ശാരദാ സന്നിധിയിൽ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതമാണ്. അപ്പോൾ ഇതിൻ്റെ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവർ മൂകാംബികയ്ക്കും ഗുരുവായൂരും അതുപോലെ മറ്റ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അവിടേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം
ഇവിടെ ഒരു മഹർഷിയുടെ നിത്യമായിട്ടുള്ള സാന്നിധ്യം, ആ മഹർഷിയുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ച പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള വിദ്യാദേവത, ഇത്രയും ദിവ്യമായിട്ടുള്ള സാന്നിധ്യം എവിടെ കിട്ടും? ഇനി ശിവഗിരിയിലെ ശാരദാ സന്നിധിയിൽ നോക്കുമ്പോൾ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എവിടെയും ഇതുപോലെ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കയറുമ്പോൾ ഒരുപാട് എണ്ണയും അതുപോലെ ഈ നിവേദ്യവും അതുപോലെ അഭിഷേകമൊക്കെ ചെയ്ത് ഒരുപാട് അഴുക്കുകൾ, ജലാംശം, എണ്ണയുടെ അംശം ഇതൊക്കെ ചവിട്ടിയാണ് അവർ ശ്രീകോവിലേക്കൊക്കെ കയറുന്നത്. ഗുരു പറയുന്നുണ്ട് ശ്രീകോവിൽ ഏറ്റവും ശുദ്ധമായിരിക്കണം. ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാകില്ല. അപ്പോൾ ശിവഗിരി ശാരദയെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ് ആ ക്ഷേത്രത്തിന് അതിന് രൂപകൽപ്പന നൽകിയത്. അപ്പോൾ അതിന് 2 വാതിലുകളും അതുപോലെ 6 ജനലുകളും ഉണ്ട്. അത് വർണ്ണ കണ്ണാടിയാണ് ആ ജനലിൽ കൊടുത്തിരിക്കുന്നത്. ശുദ്ധമായിട്ടുള്ള വായുവും പ്രകാശവും അതിനകത്ത് കയറണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ക്ഷേത്രം നിൽക്കുന്നത് വെള്ള മണൽ വിരിച്ച ഒരു വൃത്തത്തിനകത്താണ്. അത് നമ്മുടെ ഗാലക്സികളെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വൃത്തത്തിൽ പഞ്ചസാര മണൽ പാകിയിട്ടുള്ള അത് നക്ഷത്രക്കൂട്ടങ്ങളാണ്, ഗാലക്സികളാണ്. അപ്പം അങ്ങനെയൊന്നും നമ്മളാരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ നടുക്കാണ് പരബ്രഹ്മസ്വരൂപിണിയായിട്ട് സ്വയം പ്രകാശം പരത്തിക്കൊണ്ട്, അറിവിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് ശാരദാമ്മ വിരാജിച്ചരുളുന്നത്. അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് വേറെ എവിടേക്കൊക്കെയോ ആളുകൾ പരക്കം പായുന്നത്. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. അപ്പം ഇത്രയ്ക്കും ശുദ്ധമായിട്ടുള്ള, അവിടെ മറ്റ് യാതൊരുവിധ നിവേദ്യങ്ങളോ അഭിഷേകമോ ഒന്നുമില്ലാതെ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതാണ്. അപ്പോൾ ആ സന്നിധിയിൽ മറ്റ് യോഗ്യതകൾ ഇല്ലെങ്കിൽ പോലും, എഴുതിക്കുന്ന ആളുകൾക്ക് ആ ഒരു യോഗ്യതകൾ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ദിവ്യമായിട്ടുള്ള സാന്നിധ്യം ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശാരദാമ്മയുടെയും നിത്യസാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുണഗണങ്ങൾ അവിടെ എപ്പോഴും നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രാധാന്യം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ശിവഗിരി ശാരദാ സന്നിധിയിൽ പ്രത്യേകിച്ച് അവിടെ ആർക്കും വരാം. അവിടെ ജാതി മത വർണ്ണ വർഗ ഭേദങ്ങളൊന്നുമില്ല. പക്ഷേ ഗുരുവിൻ്റെ പരമ്പരയിൽപ്പെട്ട, ഗുരുവിൻ്റെ ഭക്തരെന്ന് അഭിമാനിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കേണ്ടത് ഇവിടെ തന്നെയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിന് യാതൊരു മാറ്റവും വരുത്താതെ ആയിരിക്കണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെയോ കൃതസ്നാനം ശുചിം ബാലം വിധായ പ്രാങ്മുഖം ഗുരോഹു ധ്യാത്വാ ജിഹ്വാഞ്ജലേ തസ്യ സുവർണേന ലിഖേന്മനു. എന്താണ്
ശുദ്ധനുമായ ബാലനെ ഗുരോഹോ പ്രാങ്മുഖം വിധായ, ഇപ്പോൾ ഗുരുവിന് അഭിമുഖമായി ഇരുത്തിയിട്ട് എന്താണ് ധ്യാത്വ, ഈ ഗുരു ആചാര്യൻ ധ്യാനിച്ചതിന് ശേഷം തസ്യ ജിഹ്വാഞ്ജലെ, അവൻ്റെ നാക്കിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ നാക്കിൽ സുവർണേന, സ്വർണം കൊണ്ട് മനും ലിഖേത്, മന്ത്രത്തെ എഴുതണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ രീതി, കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയായിട്ട് നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് ഗുരുവിൻ്റെ സവിധത്തിൽ വരണം. അപ്പോൾ ഈ ആചാര്യൻ അവിടെ ഇരിപ്പുണ്ടാകും. അദ്ദേഹം ഒന്ന് ധ്യാനിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ, അപ്പോൾ ഗുരുവിന് അഭിമുഖമായിട്ട്, ആചാര്യന് അഭിമുഖമായിട്ടായിരിക്കണം കുഞ്ഞിനെ ഇരുത്തേണ്ടതെന്നാണ്. ഇപ്പോൾ ചില കുട്ടികളെ കുറച്ച് നേരത്തെ കൊണ്ടുവരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ചില മടിയിൽ പിടിച്ചിരുത്തേണ്ടി വരും. കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ബലം പ്രയോഗിച്ച് കൈയൊക്കെ പിടിച്ച് എഴുതിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട്. എങ്കിലും പറയുകയാണ്, ഗുരുവിൻ്റെ മുൻപിൽ കുഞ്ഞിനെ ഇരുത്തിയിട്ട് ആചാര്യൻ നന്നായിട്ട് ധ്യാനിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ സുവർണേന മനും ലിഖേത്, സ്വർണം കൊണ്ട് കുഞ്ഞിൻ്റെ നാക്കിൽ മന്ത്രത്തെ എഴുതണം ആദ്യം എന്നാണ് പറയുന്നത്. മന്ത്രമെന്ന് പറയുന്നത് ഓങ്കാരമാണ്. ഓം എന്ന മന്ത്രത്തെ നാക്കിൽ സ്വർണം കൊണ്ട് എഴുതി കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ എല്ലാവരും ഈ സ്വർണ്ണമൊന്നും കൊണ്ടുവരാറില്ല, ഇതിനെക്കുറിച്ച് അറിയാറില്ല. പിന്നെ ഭയങ്കര കരച്ചിലും ബഹളവും നടത്തുന്ന കുഞ്ഞിൻ്റെ നാക്കിൽ നമുക്ക് ഈ സ്വർണ്ണമൊക്കെ എഴുതിക്കാൻ വലിയ പാടാണ്. ചിലത് പ്രായത്തിൻ്റെ ഒരു വിഷയമുണ്ട്. തീരെ പൊടികളെയൊക്കെ കൊണ്ടുവന്ന് എഴുതിക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഭയപ്പെട്ട് കരയും. അപ്പോൾ ഗുരു പറയുന്ന രീതിയിൽ ആ ഒരു വയസ്സ് ആകുമ്പോൾ ഇങ്ങനെ ആണ് വിദ്യാരംഭം നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രത്തെ, ഓങ്കാരത്തെ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നാക്കിൽ എഴുതിക്കേണ്ടത് ആചാര്യൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആചാര്യൻ എഴുതിക്കും. പിന്നെയോ അതിനുശേഷം വർണ്ണാൻ ഉച്ചാരയിത്വാധ പ്രണതം ബാലകം ഗുരു ആശീർവദേത് പ്രസന്നാത്മ തസ്യ ശ്രേയോ അഭിവൃദ്ധയെ. എന്ത് ചെയ്യണം? അതിനുശേഷം വർണ്ണാൻ, അക്ഷരങ്ങളെ ഉച്ചരിപ്പിച്ചിട്ട് പ്രണതം ബാലകം, നമസ്കരിച്ച ബാലനെ, പ്രസന്നാത്മാവായ ഗുരു തസ്യ ശ്രേയോ അഭിവൃദ്ധയെ, അവൻ്റെ ശ്രേയസ്സിനായി, അഭിവൃദ്ധിക്കായി അവനെ ആശീർവദിക്കണം. അപ്പോൾ നാക്കിൽ ഓങ്കാരം മന്ത്രം എഴുതി കൊടുത്തു കഴിയുമ്പോൾ തന്നെ എന്താകുകയാണ്? കുഞ്ഞിന് വിദ്യാരംഭം ആയിക്കഴിഞ്ഞു. പിന്നെ ആ എന്നുള്ള അക്ഷരങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അരിയിൽ അല്ലെങ്കിൽ മണലിൽ, അരിയിലാണ് നമ്മളിവിടെ എഴുതിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ കൈപിടിച്ച് അക്ഷരങ്ങൾ, വർണ്ണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് ഗുരു ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. അവൻ്റെ സർവ്വവിധമായിട്ടുള്ള, കാരണം അവൻ്റെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് ഈ അറിവ് അവന് ഉപയോഗപ്പെടട്ടെ. അവൻ്റെ സർവതോമുഖമായിട്ടുള്ള ശ്രേയസ്സിനും പ്രേയസ്സിനും കാരണഭൂതമാകുന്ന രീതിയിൽ അറിവ് അവനിൽ പ്രകാശിക്കട്ടെ
സരസ്വതി അവനിൽ വിളയാടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആചാര്യൻ അല്ലെങ്കിൽ ഗുരു അങ്ങനെ ആശീർവദിച്ചാണ് കുഞ്ഞിനെ അയക്കേണ്ടതെന്ന് പറയും. അപ്പോൾ എത്ര ലളിതമാണ്, അതേപോലെ എത്രയോ ഗഹനമാണ് ഈ ഒരു കർമ്മം. അതിൻ്റെ ആ ഗഹനതയും ആഴവും അതുപോലെ തന്നെ അതിൻ്റെ സൂക്ഷ്മതയും തെളിച്ചവുമൊക്കെ മാതാപിതാക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഭൂരിഭാഗം ആളുകൾക്കും ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. മിക്കവാറും പലർക്കും ശ്രീനാരായണ ധർമ്മം തന്നെ അങ്ങനെ പുസ്തകം ഉള്ളതായിട്ട് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ എങ്ങനെ പറയും? അപ്പോൾ നാട്ടിൻപുറങ്ങളിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഒരു ഈഗോ കിടപ്പുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛൻ, അതുപോലെ ആരെങ്കിലും മുത്തച്ഛനൊക്കെ ആരെങ്കിലും വേണം കുഞ്ഞിനെ എഴുതിക്കാനെന്ന് ചില ധാരണകൾ കിടപ്പുണ്ട്. ആ ധാരണ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഇതുപോലെ നല്ല അറിവുള്ള ഈ ഗുണഗണങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഒരാളെ കണ്ടെത്തി വേണം കുഞ്ഞിന് ആദ്യാക്ഷരം കുറിക്കുവാൻ, വിദ്യാരംഭം ചെയ്യുവാനെന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, വിശകലനം ചെയ്യുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ബാക്കി നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.